ദൃശ്യം 3 കണ്ടിറങ്ങി, സ്പോയിലേഴ്സ് ഒന്നുമില്ല, പടം കൊള്ളാം. ഓവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നത് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട്. മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ദൃശ്യം 1 ഉപയോഗിച്ച് ദൃശ്യം ഇത്ര ഹിറ്റായത്. അത് കഴിഞ്ഞ് 2 വന്നപ്പോൾ നമ്മൾ മണി ഹേസ്റ്റിലെ പ്രൊഫസറൊക്കെ യൂസ് ചെയ്യണത് പോലെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. അപ്പൊ 3 വരുമ്പോ എന്തായിരിക്കും? കാരണം ആദ്യം ഇറക്കിയത് രണ്ടാമത് ഇറക്കിയതും പിന്നെ ഇറക്കാൻ പറ്റൂല. വേറെ എന്തെങ്കിലും പുതുമയുള്ള ഒരു സംഭവം കൊണ്ടുവരണം. അപ്പൊ നമ്മളിങ്ങനെ മൈൻഡിൽ ചിന്തിക്കുമല്ലോ, ഇതായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ തന്നെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, പുള്ളി ആരാണ് മോൻ, അതിന്റെ അപ്പുറം ഒരു സാധനം പോകും. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. തിയേറ്ററിൽ കയ്യടി ഉണ്ടായിരുന്നു, പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വാവ് ഫാക്ടർ എന്നൊക്കെ പറയണ പോലെ വാവ് വിളിച്ചിരിക്കണ പോലത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇത് കുറച്ചും കൂടി കോർ ഇമോഷനൊക്കെ വളരെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ലാലേട്ടനാണെങ്കിലും സെറ്റാണ്. പക്ഷെ ഒരു ഇമോഷണൽ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ജീത്തു ജോസഫ് ഇന്റർവ്യൂലൊക്കെ പറയുന്നത് പോലത്തെ പുള്ളി ശരിക്കും ഇത്തവണ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പുള്ളി ട്വിസ്റ്റില്ലെന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് കൊടുക്കും. പക്ഷെ ഇത്തവണ പുള്ളി പറഞ്ഞ ഏകദേശം രീതിയിൽ തന്നെയാണ് പടം പോണത്. ഞാൻ പറഞ്ഞു വന്നത് പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പടം ശോകമാണെന്നല്ല, പടം നല്ല പടമാണ്. പക്ഷേ നമ്മൾ ദൃശ്യം 1 അല്ലെങ്കിൽ ദൃശ്യം 2 ആ ഒരു ഫ്രാഞ്ചൈസിലോട്ട് വരുമ്പോൾ കുറേയും കൂടി എന്തെങ്കിലും വെറൈറ്റി പരിപാടികളോ എന്തെങ്കിലും പരീക്ഷണങ്ങളോ എക്സ്പെക്റ്റഡ് സാധനത്തിനേക്കാളും കുറച്ചും കൂടി ഗംഭീരമായിട്ട് എന്തെങ്കിലും നമ്മളെ ഞെട്ടിക്കണ പോലെ എന്തെങ്കിലും ഉണ്ടാവും എന്നൊരു സംഭവം വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയില്ല. ആ ഒരു നിരാശ ഉണ്ടെന്ന് മാത്രം.